എന്റെ കലിപ്പൻ. രചന ഫർസാന ഫർസു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ക്ലാസ്സിൽ ഞാൻ എന്റെ സാറിനെ കാത്തിരുന്നു. ക്ലാസ്സിൽ എന്നെ നോക്കി നിൽക്കരുതെന്ന് പ്രത്യേകം പറയാറുണ്ട്. പക്ഷേ ഞാൻ വിടൂ. ക്ലാസ്സിൽ മുഖത്ത് എന്നെ നോക്കി ഓരോരോ കോപ്രായം കാട്ടിക്കൊണ്ട് ഞാൻ നിന്നു. സാറിന്റെ മുഖത്ത് യാതൊരു എക്സ്പ്രഷനും മാറില്ല. കടിച്ചു പിടിക്കുകയാണ് പാവം. എങ്ങാനും ചിരി വന്നാൽ കുട്ടികൾ കളിയാക്കുമല്ലോ. ക്ലാസ് കഴിഞ്ഞു. റിയ, സ്റ്റാഫ് റൂമിലേക്ക് വാ. ഞാൻ സാറിന്റെ പിന്നാലെ പോയി. സുബി എന്നെ ആകി ചിരിക്കുന്നുണ്ട്. എന്താ സാർ? എന്താലേ? ആകുമ്പാണ് സാറിനെ പിടിച്ച് ഉമ്മരിലേക്ക് നിർത്തി അടുത്തേക്ക് വന്നു. എന്താണ് ചെയ്യുന്നത് ഞാൻ മിഴിച്ചു നോക്കിക്കൊണ്ടിരുന്നു. എന്തൊക്കെയാ ക്ലാസ്സിൽ ചെയ്ത്? നിന്നോട് അടങ്ങി നിൽക്കാൻ പറഞ്ഞല്ലേ? ഇളിക്കണ്ട. സാറിന്റെ അടുത്ത് വന്നു. എന്നിട്ട് നെറ്റിയിൽ ചുംബിച്ചു. പിന്നെ മൂക്കിൽ. മതിയോ? ഇതിനല്ലേ കോപ്രായം കാട്ടിയത്? ആ പോട്ടെ. നീ അണക്ക് കിട്ടിയപ്പോ പോവാം. എനിക്കില്ലേ? അയ്യടാ. ഞാൻ ഓടി. ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നു. എക്സാം എടുത്തു. സാറാണെങ്കിൽ വിളി നിർത്തി. എക്സാം കഴിഞ്ഞിട്ടേ വിളിക്കുള്ളൂ. എന്നെ ബ്ലോക്കാക്കി. തെണ്ടി. പഠിക്കുന്ന തിരക്കിലാണ് ഞാൻ. എക്സാം കഴിയാൻ ഒരുപാട് ആഗ്രഹിച്ചു. സാറിനോട് മനസ്സോടും സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ. ഫസ്റ്റ് എക്സാം ദിവസം അക്കൗണ്ടൻസിയാണ്. സാറിന്റെ അടുത്തേക്ക് വന്നു. എന്റെ പ്രിയതമൊക്കെ പഠിച്ചിട്ടില്ലേ? ഫുൾ സെറ്റ്. ഓൾ ദി ബെസ്റ്റ്. പിന്നെ കുറെ ഉപദേശവും തന്നെ എന്നെ പറഞ്ഞയച്ചു. എക്സാമൊക്കെ ഒരുവിധം തട്ടിമുട്ടി കുഴപ്പമില്ലാതെ എഴുതി. സാറിന്റെ അടുത്തേക്ക് പോയി ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത് ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നു. റിയ, നീ വല്ലതും എഴുതിയിട്ടുണ്ടോ? മാനം കെടുത്തു എന്നെ. നിങ്ങൾക്കെന്ത് മോശം? നാളെ എന്റെ പെണ്ണാവേണ്ടവളല്ലേ നീ? ഇതെല്ലാം ഒരാൾ മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ട്. ഷിഫാന. അവളുടെ മുഖത്തൊരു കൊട്ട പകയുണ്ടായിരുന്നു. അതിന് എക്സാമൊക്കെ കഴിഞ്ഞു. രാത്രി. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? A+ ഉണ്ടാവില്ല എല്ലാത്തിനും? സുബി വിളിച്ചു ചോദിച്ചു. പിന്നെ നിങ്ങളെപ്പോഴാണ് കോഴിക്കോട്ടേക്ക് പോകുന്നത്? ഞാൻ നാളെ. ആണോ? ഞാനും നാളെ പോകണമെന്ന് കരുതുക. എന്നാൽ നമുക്ക് രണ്ടാക്കും ഒപ്പം പോകാലോ? ആ, എൻ്റെ ഉമ്മി നല്ലോണം സമ്മതിക്കും. ഞാൻ പുച്ഛിച്ചു. ഞാനറിയില്ല. ഷാബ്കാക്ക് വരുമെന്ന് അറിയില്ല. ഷാലുവിനെ വിളിക്കണം. ഉമ്മീനോട് ചോദിക്കണം. ഈ കോഴിക്കോട്ടേക്ക് വാ, പൊളിക്കാം നമുക്ക്. അനുവിനെ അറിയാം, അപ്പൊ കുഴപ്പമില്ല. ആഷിക്കിനും അറിയാം. ആ, സാറിന് സുഖമായല്ലോ. ഞാൻ പറഞ്ഞു. സാറോ? ക്ലാസ് കഴിഞ്ഞ്. ഇനിയെങ്കിലും അത് നിർത്ത്. പിന്നെ എന്ത് വിളിക്കും? അഫ്സലിക്ക? അയ്യേ, ഒരു ഗുമ്മുമില്ല. സാറെന്ന് വിളിക്കുമ്പോൾ നല്ല ഗുമ്മുണ്ടോ? പിന്നെ ഇക്കാന്ന് വിളിച്ചാൽ മതി. എന്നാ അതിലേറെ മേച്ച കലിപ്പനാ. കലിപ്പനോ? അവൻ്റെ ഓന് ആട്ടോ. അതിനെ പറഞ്ഞ് ഇജൊന്നും വിളിക്കണ്ട. എന്നാ വേഗം ഫുഡ് കഴിച്ച് വരാം. വേഗം വരണം. ഉമ്മീ, ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്, കഴിച്ചോ. ഉമ്മിക്ക് എന്നോട് സ്നേഹം കുറഞ്ഞിട്ടോ. വിളമ്പി തന്നിട്ട് സ്നേഹം പോരാന്ന്. ഓ, നോക്കി, നാളെ കോഴിക്കോട് പോകണം. നാളെ തന്നെ പോകുന്നുണ്ടോ? ഇന്നലെ ക്ലാസ് കഴിഞ്ഞ്. അതിനെന്താ ഉമ്മി, പ്ലീസ്. പറ്റില്ല, 2 ദിവസം കഴിഞ്ഞ് പോവാം. എന്തുമ്മ, നല്ല ഉമ്മയല്ലേ? ശരി, 10 ദിവസം. ഉമ്മ സമ്മതിച്ചു. ഉമ്മ ഈ മാസം ഫുള്ള്. അയ്യടി. എന്താ, പോയി അവിടെ എത്തി തിരിച്ചു വരാൻ? അത് മതി. എന്നാ 15 ദിവസം പ്ലീസ് ഉമ്മി. അതിൽ കൂടിയത്. പിന്നെ ഉപ്പ വരുന്നുണ്ട് അടുത്ത മാസം. ഉപ്പ വരാനായോ? റീനു, ദേ എളാപ്പ വിളിക്കണു. ഉമ്മ ഫോൺ തന്നു. ആരാ എളാപ്പ? ആ, എങ്ങനെയുണ്ട് എക്സാം റീനു? ഒക്കെ സെറ്റാ. അപ്പൊ ഇനി ജോലി കയറാലേ? അതിനെന്താ, ഇപ്പൊ തന്നെ കയറാലോ. എളാപ്പ ചിരിച്ചു. നാളെ ഞാൻ കോഴിക്കോട് പോകുന്നുണ്ട്. ശാലുവിനോട് ഒരുങ്ങാൻ പറയും. അതിനോള് ഇവിടെ ഇല്ലല്ലോ, ഉമ്മാന്റെ വീട്ടിലേക്ക് പോയിരിക്കല്ലേ? ഓ, ഇന്ന് തന്നെ പോയോ? എന്തായാലും ഞാൻ പോവും. അവളോട് പറഞ്ഞോണ്ടി. അല്ലേ റീനിയോ, ഈ കോഴിക്കോട് പോകണ്ടോ? ഞാനും ഉണ്ട്. അപ്പൊ ഇത്താന്റെ ജോലിയോ? ഞാൻ ലീവ് എടുക്കുക. അപ്പൊ ഇവിടെ ആരാ? റെയ്ഹാന. നിങ്ങൾ രണ്ടാളും പോയിട്ട്. എനിക്ക് വയ്യ, ഞാനേതായാലും പോകുന്നുണ്ട്. ഇത്ത പറഞ്ഞു. ഞാനും ഉമ്മയും കമ്പനി ആകുന്നില്ലേറെ അവർ കമ്പനിയായിരുന്നു. അനുവിനെ വിളിച്ച് പറഞ്ഞാലോ? വേണ്ട, സർപ്രൈസ്. ഷിയാബ് ആക്കാനോട് ഉമ്മ വിളിച്ച് പറഞ്ഞു. രാവിലെ ഷിയാബ് ആക്ക വന്നു. എന്താ റീനു, നീ എവിടേക്ക് താമസം മാറ്റിയാണോ? എന്തിനെത്ര ലാഗേജ്? കിടക്കട്ടെ എന്ന്. റെയ്ഹാനയും പോകുന്നുണ്ടോ? അപ്പൊ ജോലിക്ക് വരൂലേ? കാക്ക ചോദിച്ചു. കുറച്ച് ദിവസം ലീവ് എടുക്കാന്ന് കരുതി. ഇത്ത മുമ്പിൽ കയറിക്കോ. ഞാൻ പറഞ്ഞു. ഈ കയറിക്കോ. ഇത്ത കയറുന്നുണ്ടോ? ഞാൻ ബാക്ക് കയറിക്കോളാം. ഞാൻ ഷിയാബ് കാക്കാനെ നോക്കി. കാക്കയുടെ മുഖം ആകെ വാടിയിരിക്കുന്നു. ഷിയാബ് കാക്ക് ഇപ്പോഴും ഇക്കാനോട് ആ സ്നേഹമുണ്ട്. ഇത്താക്ക് വേണ്ടിയാണ് കല്യാണം കഴിക്കാത്തതെന്ന് എല്ലാവർക്കും അറിയാം. ഇവരെങ്ങനെയെങ്കിലും ഒന്നാക്കണം. ഇത്ത വേഗം ബാക്കിൽ കയറി. ഞാൻ കയറിക്കോളാം മുമ്പിൽ, ഞാൻ പറഞ്ഞു. അങ്ങനെ യാത്രയായി. ഞാൻ വളവളാ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇത്ത ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. കണ്ണാടിയിലൂടെ ഷിയാബ്ക്ക ഇത്താനെ നോക്കുന്നുണ്ട്. കൊച്ചു കള്ളൻ. ഇക്കത്തെ കരിമ്പ്യൂസ് നിർത്തി. ഞാൻ പറഞ്ഞു. റീനു, അവിടെ എത്തിയിട്ട് കുടിച്ചാൽ പോരെ? ഇത്താക്ക് വേണ്ടേ? എനിക്ക് വേണ്ട. വേണേ കുടിച്ചോ റീന. വേണ്ട. ഇത്താക്ക് ഇത് എന്ത് പറ്റി? ഞാൻ ഇക്ക ഇറങ്ങി ജ്യൂസ് കുടിച്ചു. ഇടയ്ക്കിടെ ഇക്ക അവളെ നോക്കുന്നുണ്ട്. ഇക്കാക്കിന്റെ ഇത്ത ഇപ്പോഴും ഇഷ്ടമല്ലേ? ഞാൻ ചോദിച്ചു. ഇക്ക ഒരു ചെറുപുഞ്ചിരി തന്നു. എങ്കിൽ പിന്നെ ഇക്കാടെ ജീവിതത്തിലേക്ക് എന്റെ ഇത്താനെ വിളിച്ചുകൂടെ? വരൂല എന്ന് ഉറപ്പിച്ചവരെങ്ങനെ വിളിക്കാനാ? നീ വാ. അവരെങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണമെന്ന് എനിക്ക് വാശിയായിരുന്നു. ആ ഫാസിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ മുമ്പിലെ സീറ്റ് ഇത്ത ചാടി കയറിയനെ. സാരില്ല, ഇനിയും ചാൻസ് ഉണ്ടല്ലോ. അങ്ങനെ കോഴിക്കോട് എത്തി. വന്നോ കാന്താരി? റെയ്ഹാനയുണ്ടല്ലോ. ഇവിടെ നിൽക്കാൻ തന്നെയാണോ റെയ്ഹാന? ആഷിക്കൊക്കെ ചോദിച്ചു. എന്താടാ, അണക്ക് ഞാൻ വന്ന് പിടിച്ചില്ലേ? അയ്യോണി, ഈ വരാറിയില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചാൻ്റെ പൊന്നേ. ഞാൻ 2 ദിവസം ഇവിടെ ഉണ്ടാവും.
ഏയ് അല്ല ആഷിക്ക 10 ദിവസം ഉണ്ടാവും ഞാൻ പറഞ്ഞു. ഏയ് അത്രയൊന്നുമില്ല, ഓഫീസിൽ ലീവ് എടുത്താ. അതൊന്നും പറ്റില്ല, റീനു പോകുമ്പോ പോയാൽ മതി. അല്ല ശ്യാബേ ഈ കേറി വാ, വെള്ളം എടുക്കാം അമ്മായി പറഞ്ഞു. ആനി എവിടെ? ഇവിടെയൊന്നും കാണാനേ ഇല്ലല്ലോ ഞാൻ ചോദിച്ചു. ഓൾ ഉറങ്ങുവാ. ഇപ്പോഴോ? ഓൾക്ക് അങ്ങനെ സമയമൊന്നുമില്ല, പണിയൊന്നുമില്ലല്ലോ. അല്ല എവിടെ ആഷിക്കിന്റെ ഹുസ്ന? ഓള് ക്ലാസ്സിന് പോയി. ഞാൻ അനുവിന്റെ റൂമിലേക്ക് പോയി. നല്ല ഉറക്കം. നീ അല്ലോ നീ പിശാച് പേടിപ്പിച്ചല്ലോ. നീ എപ്പോഴാ വന്ന്? ഞാനിപ്പോ എത്തിയുള്ളൂ. എന്താണ് ഈ നേരത്തെ ഉറങ്ങുന്നത്? അറിയാതെ ഉറങ്ങിയതാ. ശാലു വന്നില്ലേ? അവളും ഉമ്മാന്റെ വീട്ടിലേക്ക് പോയി. ഓള് വരില്ലേ? 2 ദിവസം കഴിഞ്ഞ് വരും. പിന്നെ എനിക്ക് 1 മാസം നിൽക്കാനൊന്നും പറ്റില്ല. 10 ദിവസം. വെറും 10 ദിവസോ? അത് ഇതാന്ന് പറഞ്ഞാൽ കഴിയില്ലേ? ഉപ്പ വരുന്നുണ്ടടി. സാരില്ല, നമുക്ക് 10 ദിവസം പൊളിക്കാം. ആ പിന്നെ എന്റെ കൂടെ ഇത്തയുണ്ട്. ഇത്തയോ? ഇത്ത ഇങ്ങോട്ടും പോവാത്ത ആളാണല്ലോ. അറിയില്ല, ശ്യാബ്ക്ക് എന്റെ ഇത്ത ഒന്നിച്ച് എങ്ങനെ ഉണ്ടാവടി? അത് തന്നെയല്ലേ എല്ലാവരുടെയും ആഗ്രഹം. ഇക്കാക്ക് ഇപ്പോഴും ഇഷ്ടാ, ഇത്താക്കും ഇഷ്ടാവണം. ഞാൻ പറഞ്ഞു. അതെങ്ങനെ? പറയാം. ഞാൻ അനുവും താഴേക്ക് പോയി. അമ്മായി ചോറ് വിളമ്പിച്ചിരുന്നു. അതും കഴിച്ച് ഏമ്പൊക്കെ വേണ്ടി ഞങ്ങൾ റൂമിൽ പോയിരുന്നു. അപ്പോഴേക്കും ശ്യാബ്ക്ക പോയിരുന്നു. അല്ല നിന്റെ സാറെവിടെ? വന്നില്ലേ? ഇന്ന് എത്തുമെന്ന് പറഞ്ഞിരുന്നു. എന്താടി? ഞാൻ ആലോചിക്കുകയാണ്, നീ പറഞ്ഞൊക്കെ. ഞാൻ പ്രണയിക്കൂല, എനിക്ക് പറ്റിയെന്നൊക്കെ പറഞ്ഞ ആളിപ്പോ കാമുകനെ ആലോചിച്ചിരിക്കുക. പോടി, ഞാൻ വിളിച്ചോട്ടെ. ഹലോ, നിങ്ങളെവിടെത്തി? ഞാൻ മലപ്പുറം. എന്തേ? ഞാനിവിടെ എത്തി. നിങ്ങളെപ്പോഴാണ് വരിക? ഞാൻ നാളെ വരും. അല്ല ക്ലാസ് കഴിഞ്ഞില്ലേ? പിന്നെ എന്തിനാ അവിടെ വായി വിളിച്ചിരിക്കുന്നേ? ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ ഇഷ്ടംപോലെ ഉണ്ട്. നിങ്ങളൊന്നും പറയിപ്പിക്കണ്ട, ഒന്നിനെ കൊണ്ട് തന്നെ സഹിക്കാൻ വയ്യ. അയ്യോ കലിപ്പാലേ ചങ്ങായി, നാളെ നിങ്ങൾ എപ്പോ എത്തുന്ന് പറയും? കലിപ്പന എന്റെ കെട്ടിയവനല്ലേ? അല്ല നിന്റെ തന്ത, അതായത് എന്റെ അമ്മായിയപ്പൻ. അയ്യോ എന്റെ ഉപ്പാനെ പറയണ്ട കേട്ടോ. നാളെ രാത്രി എത്തും. എന്നാ ശരി. മഗ്‌രിബ് കഴിഞ്ഞ് ഞാനുറിയും ശാലുവിന് വീഡിയോ കോൾ ചെയ്തു. അവളെ കൊതിപ്പിച്ചു. ഞാൻ ഫോൺ എടുത്തിട്ട് വരാം ഞാൻ പറഞ്ഞു. ഞാൻ മുകളിൽ പോയി അനുവിന്റെ റൂമിലെത്തി. എന്റെ ഫോൺ ഇവിടെയാണല്ലോ വെച്ച്. ഞാൻ ഫോൺ തിരഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആരോ എന്നെ ബാക്കിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. ഞാൻ നിലവിളിച്ചു. മിണ്ടല്ലേ പോത്തെ, ഇത് ഞാനാ. സാറിന്റെ ശബ്ദം. സാറോ? നിങ്ങളെപ്പോ? റീനു എന്താ അവിടെ? താഴേന്ന് വിളി വന്നു. അപ്പോഴേക്ക് അമ്മായിക്കയും വന്നു. എന്താ ചെയ്യണമെന്നറിയില്ല. സാറ് വേഗം കട്ടിലിന്റെ ചോട്ടിൽ വിളിച്ചു. എന്താ മോളെ? അത് സാധാരണ നായികമാര് പാറ്റ എന്നെങ്കിലും പറയാറ്. അതെനിക്ക് പറയാൻ പറ്റില്ല, കാരണം എനിക്ക് പാറ്റയെ പേടിയൊന്നുമില്ല. ആകെ പേടിയുള്ള പാമ്പിനെയാ. അത് പറഞ്ഞ കട്ടിലിന്റെ ചോടൊക്കെ നോക്കും. എന്തിനാ ഒച്ച ഉണ്ടാക്കിയത്? പാറ്റ അല്ല പല്ലി. എന്ത്? അത് ഞാൻ വന്നപ്പോ എന്തോ മേത്തേക്ക് വീണു. പല്ലിയാണെന്ന് തോന്നുന്നു. ഹോ, പേടിച്ചു പോയി. അനു വാതിലടച്ച് താഴോട്ട് വരി. അനു വാതിലടച്ചു. ഞങ്ങൾ താഴോട്ട് പോയി. ഇന്ന് ബിരിയാണിയാണ്. അതുകൊണ്ട് തന്നെ അടുക്കളയിലായിരുന്നു ഞങ്ങൾ. അമ്മായി എവിടേക്കും വിടില്ല. അനുവിനോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. ആള് വലിയ ജോലി തിരക്കിലാണ്. സാർ റൂമിലാണ്. എങ്ങനെയെങ്കിലും സാറിനെ പുറത്തുകൊണ്ട് വരണം. റിനു ഒന്നിങ്ങോട്ട് വാ. ഹാവു ആഷിക്ക് വന്നു. ഇനി ഇക്കാനോട് പറയാം. എന്താ? വാ. ഇക്കനെ അനുവിന്റെ റൂമിലോട്ട് കൊണ്ടുപോയി. തുറക്ക് ഇക്ക പറഞ്ഞു. ഞാൻ വാതിൽ തുറന്നു. ഞാൻ എല്ലാത്തിനും സ്വാതന്ത്ര്യം തന്നു കരുതി. ഇതൊന്നും പറ്റൂല കേട്ടോ. ഇക്ക അത്യാവശ്യം ദേഷ്യത്തിൽ പറഞ്ഞു. ഞാൻ ആകെ പേടിച്ചു. അയ്യോ ഒന്ന് പോടാ. സാറി ചിരിച്ചു. ഈ ഞാൻ തന്നെ വേണ്ടേ അനു രക്ഷിക്കാൻ? അൻ്റെ ഓൾ അവിടെ ബിരിയാണി വെക്കുമായിരുന്നു. അത് അമ്മായി അവിടെ നിർത്തിയതാ. എന്നാ വാ സാറിന്. അയ്യോ ഒന്ന് പോടാ. സാറ് ചിരിച്ചു. അങ്ങനെ ചിക്കൻ ബിരിയാണിയും ബീഫ് വരട്ടിയൊന്നും റെഡി. എല്ലാവർക്കും ഇരിക്കാം. അഫ്സൽ ഈ ഇരിക്കേ അമ്മായി പറഞ്ഞു. ഞാൻ അഫ്സലിക്കാരെ ഓപ്പോസിറ്റ് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഞാൻ മെല്ലെ അഫ്സലിക്കാരെ നോക്കി. സാർ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്താ? ഞാൻ പുരികം പൊക്കി ചോദിച്ചു. ഒന്നുമില്ല. സാർ ആംഗ്യം കാണിച്ചു. എന്താ ആഷിക്കേ? വെള്ളം കുടിക്ക് അമ്മായി പറഞ്ഞു. ആഷിക്ക് ഞങ്ങൾ ആക്കിയാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ തിന്നുന്നതിൽ മാത്രം ശ്രദ്ധ കൊടുത്തു. ഇടയ്ക്ക് എൻ്റെ കാലിലെന്തോ തടയുന്ന ഞാൻ ശ്രദ്ധിച്ചു. സാറിന്റെ കാലും. ഇയാളിത്. ഞാൻ തിരിച്ചങ്ങ് ചവിട്ടി. ആ! സാറ് ശബ്ദം ഉണ്ടാക്കി. എന്താ മോനെ? ഏയ് ഒന്നുമില്ല. വേദനയായോ? പൊടി. രാത്രി അനുറങ്ങിയതിനു ശേഷം ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു ഫോണിലൂടെ കേട്ടോ. നാളെ ഞാനും നിങ്ങളുടെ വീട്ടിൽ വന്നാലോ? ഏയ് അത് വേണ്ട. എന്താ? ഞാനൊന്നും പറയില്ല. എന്നാ വന്നോ? നിനക്ക് നിന്റെ അമ്മായി അമ്മയ്ക്കൊന്ന് കാണാലോ. സാറ് ചിരിച്ചു. പിറ്റേന്ന് സാറിന്റെ വീട്ടിലോട്ട് നീ പോകുന്നുണ്ടോ? അനു ചോദിച്ചു. അത് വേണോ? എന്താ? ഞാൻ ആരാണെന്ന് പറയണ്ടല്ലോ. എന്നാലും ഉമ്മ സമ്മതിക്കോ? ഞാൻ ചോദിക്കാം. അമ്മായി എന്താടി? ഞാനും അനു എൻ്റെ സാറിന്റെ വീട്ടിലേക്ക് പോയിക്കോട്ടെ? അഫ്സലിന്റെ അടുത്തേക്കോ? അത് കുറച്ച് ദൂരം ഉണ്ടല്ലോ. പോണ്ട അമ്മായി പ്ലീസ്. എന്തിനാപ്പോ? വേണ്ട റീനു. അങ്ങനെ ആ പോക്കിനൊരു തീരുമാനമായി. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ശാലു എത്തി. ഞാൻ ഷിയാബ് ഖാനെ വിളിച്ചു. ഇക്ക ഞങ്ങൾ സൺഡേ വരാം, ജസ്റ്റ് ഒന്ന് കറങ്ങാൻ. ഇക്ക ഇത്തയുണ്ടാവും. ഇക്കാന്റെ ജീവിതത്തിൽ ഇത്ത വേണം, അത് ഞങ്ങളുടെ ആവശ്യമാണ്. അതൊന്നും ശരിയാവില്ല റീനു. നിന്റെ ഇത്തനോട് സംസാരിക്കാൻ കൂടി ഇതൊരു കൂട്ടാക്കിയില്ല. ഞാനെന്തോ ചെയ്ത പോലെ. ആൾക്ക് ഇപ്പോഴെന്നെ വെറുപ്പാണ്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇക്കാക്ക് സംസാരിക്കാനുള്ള അവസരമാണ് ഞാൻ ഒരുക്കി തരുന്നത്. വരണം കേട്ടോ ഞാൻ പറഞ്ഞു. അല്ല റീനു, നമ്മൾ പ്ലാൻ ചെയ്തതിൽ നിന്റെ ഇത്തയും ഷിയാബ്ക്കയും വന്നാൽ നിനക്ക് അഫ്സലിക്കാക്കും വല്ലതും സംസാരിക്കാൻ പറ്റുമോ?
അതിനെൻ്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. എന്ത്? പറയാം. അങ്ങനെ സൺഡേ ശ്യാപിക്കാനോട് ബീച്ചിൽ വരാനാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇക്കയുണ്ടായാൽ ഇത്ത വരില്ല. ഞാനും അനുവും ശാലുവും ഇത്തയും ഉസ്നത്തെയും ആഷിക്കും പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.